ഹലോ കൂട്ടുകാരെ, നമ്മൾ ഇനിയുള്ള പരീക്ഷകൾക്ക് എങ്ങനെ തയ്യാറെടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനായിട്ട് ഒരുപാട് ഉദ്യോഗാർത്ഥികൾ നമുക്ക് കമൻസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുകയാണ്, നമ്മളൊരു SCERT ബുക്ക് ഫോളോ ചെയ്തുകൊണ്ട് കുറേ ഏറെ പാഠഭാഗങ്ങൾ SCERTയിൽ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അത് സിലബസ് വൈസായിട്ടാണ് നമ്മൾ ചാപ്റ്റേഴ്സ് പഠിച്ച് പൂർത്തിയാക്കിയത്. അത് ഏത് ബുക്കായിരുന്നു പറഞ്ഞിരുന്നു? സുജീഷ് പുറക്കാട് സാറിൻ്റെ റാങ്ക് മേക്കർ വിദ്യാലയമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഓക്കെ, അതിൻ്റെ ഒരുപാട് ചാപ്റ്റേഴ്സ്, അതായത് LGSൻ്റെ സിലബസിന് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഏകദേശം എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ അഡീഷണൽ ആയിട്ട് വരുന്ന ചാപ്റ്റേഴ്സ് മാത്രമേ LDക്കും അതുപോലെ LP-UPക്കും കവർ ചെയ്യാനായിട്ട് ഉള്ളൂ. അപ്പോൾ അത്രയും പാഠഭാഗങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, നമ്മുടെ 40 days 10 days എന്ന് പറയുന്ന 2 ചലഞ്ചസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പ്ലേലിസ്റ്റിനകത്ത് ഇത്രയും ക്ലാസ്സുകൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ മാക്സിമം ഉദ്യോഗാർത്ഥികൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ബുക്ക് മേടിച്ച് പഠിക്കാവുന്നതാണ്. ഓക്കെ, ഇതൊരു റെഫറൻസ് മാത്രമാണ്. ഓക്കെ, നല്ല പുസ്തകമായതുകൊണ്ട് റെഫർ ചെയ്യുന്നു എന്ന് മാത്രം. ഓക്കെ, പിന്നെന്താണ്, LP-UPക്കാരുടെ ഒരു വിഷയം ആദ്യം അത് ഞാൻ കംപ്ലീറ്റ് ചെയ്യാം. LP-UPക്ക് പിന്നീട് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ അനാലിസിസ് ആണ്. അപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒരുപാട് ചെയ്ത് നോക്കുക, ഒരുപാട് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ്. കഴിഞ്ഞ തവണത്തേക്കാളും കോമ്പറ്റീഷൻസ് ഇത്തവണ വളരെ ടൈറ്റാണ് എന്നുള്ള വിഷയം എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചിട്ടുള്ള ഒരു പുസ്തകം ഇതാണ്. അതായത് LP-UP സ്കൂൾ ടീച്ചേഴ്സ് എന്ന് പറയുന്ന നമ്മുടെ ദ ബെസ്റ്റ് അക്കാദമി തയ്യാറാക്കിയിട്ടുള്ള ഒരു ബുക്കാണ്. ഓക്കെ, അപ്പോൾ വാങ്ങാൻ കഴിയാത്ത ആളുകൾ, അതായത് പുസ്തകങ്ങൾ വാങ്ങാൻ കഴിയില്ല, എങ്ങനെ പഠിക്കുക, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എങ്ങനെ കിട്ടുക എന്നൊക്കെ വിഷമിക്കുന്ന ആളുകൾക്ക് എന്ത് ചെയ്യുക, നമ്മുടെ ക്ലാസ് ഫോളോ ചെയ്യാൻ നമ്മൾ തീർച്ചയായിട്ടും ഇത് ക്ലാസ് ചെയ്യുന്നതായിരിക്കും. പിന്നെ അടുത്തതായിട്ട് നമുക്ക് സ്കോർ ചെയ്യേണ്ടത് എന്താണ് നോക്കൂ. GK കഴിഞ്ഞാൽ GKയുടെ കൂടെ തന്നെ അതിനേക്കാളും പ്രാധാന്യം കൊടുക്കേണ്ട കുറേ വിഷയങ്ങളുണ്ട്. ഏതൊക്കെയാണ്? മലയാളം, ഇംഗ്ലീഷ്, മാത്സ്, സൈക്കോളജി, അല്ലേ? LP-UPയുടെ വിഷയമാണ് പറയുന്നത്. അതിനനുബന്ധിച്ച് നമ്മൾ LD LGSയിലേക്ക് വരുന്നതാണ്. ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ പറയാം. അപ്പോൾ ഇത് മാത്സ് വേണം, അല്ലേ? മാത്സ് എന്ത് ചെയ്യണം, നമ്മൾ ഡെയിലി ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ മാത്സിൻ്റെ ഒരു ബുക്ക് എന്ത് ചെയ്യണം, നമുക്ക് വേണം. അതിൻ്റെ PYQ വേണമെങ്കിൽ PYQ, SCERT ആണെങ്കിൽ SCERT ഒരു ബുക്ക് കയ്യിലുണ്ടായിരിക്കണം. അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ബുക്ക് പ്രിപ്പയർ ചെയ്യുക, ഒരു നോട്ട് മസ്റ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, വേണം. ഓക്കെ, അപ്പോൾ നമ്മൾ നോട്ട്സ് ഉണ്ടാക്കി പഠിക്കുമ്പോഴായിരിക്കും നമുക്ക് കൂടുതൽ ഉറച്ചു നിൽക്കുക. അതുപോലെ തന്നെ മലയാളം PYQ എന്ത് ചെയ്യണം, നമുക്ക് ആവശ്യമുണ്ട്, അല്ലേ? അപ്പോൾ നമ്മൾ മലയാളം PYQ ചെയ്ത് തന്നെ പഠിക്കുക, ടോപ്പിക് ഓറിയൻറ്റഡ് ആയിട്ട് തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെയാണ് ഇംഗ്ലീഷും. അപ്പോൾ ഇത്രയും പുസ്തകങ്ങളായില്ലേ? ഓക്കെ, ഇത് പുസ്തകം വേണം എന്നുള്ളവർക്ക് വേണ്ടിയുള്ളത് മാത്രമാണ്. അല്ലാതെ ഉള്ളവർക്ക് എന്ത് ചെയ്യാം, നമ്മൾ തീർച്ചയായിട്ടും ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ക്ലാസ്സുകൾ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അത് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി അടുത്തത് LDക്കാരുടെ കാര്യം. LD എഴുതുന്ന ആളുകൾ എന്ത് ചെയ്യണം, ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു SCERT ബുക്ക് എന്ത് ചെയ്യുക, കവർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. SCERT ബുക്ക് കവർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ എന്ത് ചെയ്യണം, നമ്മൾ PYQന് ഇമ്പോർട്ടൻസ് നൽകണം. നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, ഈ കഴിഞ്ഞ പ്രിലിംസ് മുതൽ ഈ കഴിഞ്ഞ എക്സാം വരെ പഴയൊരു പാറ്റേണിലോട്ട് കടന്നതായിട്ട് നമുക്ക് മനസ്സിലായി. എന്ന് പറഞ്ഞാൽ ഒരുപാട് കടുപ്പമല്ല എക്സാമെങ്കിലും ലളിതവുമല്ല എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പോൾ SCERT ഫോക്കസ് ചെയ്തുകൊണ്ട് തന്നെയാണ് ചോദ്യപേപ്പറുകൾ വരുന്നത്. അപ്പോൾ SCERTക്ക് പ്രാധാന്യം നൽകണം. അതുപോലെ പ്രാധാന്യം നൽകേണ്ട ഒരു ടോപ്പിക്കാണ് എന്തെന്ന് പറയുന്നത്, മലയാളം, ഇംഗ്ലീഷ്, മാത്സ് എന്നീ വിഷയങ്ങൾ, കൂടാതെ കറണ്ട് അഫയേഴ്സ്. ഓക്കെ, അപ്പോൾ ഈ കറണ്ട് അഫെയറിന് ഒരു നോട്ട് ഉണ്ടായിരിക്കണം, മാത്സിന് ഒരു നോട്ട് ഉണ്ടായിരിക്കണം, മലയാളത്തിന് ഒരു നോട്ട് ഉണ്ടായിരിക്കണം, ഇംഗ്ലീഷിന് ഒരു നോട്ട് ഉണ്ടായിരിക്കണം, കൂടാതെ GK എന്ന് പറയുന്ന ഒരു പാട്ടിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു നോട്ട് കയ്യിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങളത് ഫോക്കസ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. തീർച്ചയായിട്ടും നമ്മുടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് വളരെയേറെ ഹെൽപ്ഫുള്ളായിരിക്കും, യാതൊരു സംശയമില്ല. അപ്പോൾ നമ്മുടെ ക്ലാസ് തന്നെ ഫോളോ ചെയ്യണം അങ്ങനെയുള്ള ഒരു കാര്യമല്ല പറയുന്നത്. നിങ്ങൾക്ക് കിട്ടുന്ന നല്ല നല്ല സോഴ്സുകൾ യൂസ് ചെയ്ത് നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക, പഠനം തീവ്രമാക്കുക. ഇത്രയും കാലം പഠിച്ചു വന്ന ആളുകൾക്ക് ഒരിക്കലും ഇത് വിട്ടു പോകാൻ കഴിയില്ല. അവർക്ക് വരുന്ന ഒരു സുവർണ അവസരമാണ്. തീർച്ചയായിട്ടും പഠിക്കാനായിട്ട് ശ്രമിക്കുക. അടുത്തത് LGSകാരോട് പറയാനുള്ളത്, LGS എഴുതുന്ന ആളുകളോട് പറയാനുള്ളത് സെയിം മെത്തേഡ് തന്നെയാണ്. നമുക്കിതിൽ എന്തില്ല, ഇംഗ്ലീഷില്ല,
മലയാളമില്ല അല്ലേ. ഇംഗ്ലീഷും മലയാളവും ഒഴിച്ചു നിർത്തിക്കൊണ്ട് ബാക്കിയുള്ള പാഠഭാഗങ്ങൾ എന്ത് ചെയ്യുക, നമ്മൾ വീണ്ടും റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക, പഠനം റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. SCERT എന്ന് പറയുന്ന പാഠഭാഗങ്ങൾ കുറച്ച് പഠിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഓർത്തിരിക്കില്ല. ഒരു തലയ്ക്ക് തുടങ്ങി നമ്മൾ ആ മറ്റേ തല എത്തുമ്പോഴത്തേക്ക് എന്താവും, പഠിച്ചതൊക്കെ മറന്നു പോവും. അപ്പോൾ എന്ത് ചെയ്യണം, റിവൈസ് ചെയ്ത് വരിക. അപ്പോൾ അത് നിങ്ങൾക്ക് ഏറെ പ്രയോജനപ്പെടും. അതുകൂടാതെ PYQs ഒരുപാട് ചെയ്ത് നോക്കാനായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എങ്ങനെ പഠിക്കണം എന്നുള്ള വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഏതൊക്കെ പുസ്തകങ്ങളാണ് പഠിക്കേണ്ടത്, ഏത് രീതിയിലാണ് പഠനം കൊണ്ടുപോവേണ്ടത് എന്നുള്ള ആളുകൾക്ക് അത് ആലോചിച്ച് ആകുലപ്പെടുന്ന ആളുകൾക്ക് വേണ്ടിയുള്ള ഒരു കാര്യമാണ് ഇത്രയും പറഞ്ഞത്. ഇനി എന്താ ചെയ്യേണ്ടത്, നമ്മൾ എപ്പോഴും ഒരേ ലെവലിൽ ഇരിക്കില്ല അല്ലേ. നമ്മുടെ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് എന്താണ്, പല സമയത്തും ഡിസ്റ്റർബ്ഡ് ആയിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, കുറച്ചൊന്ന് കൂളാവുക. നമ്മുടെ സമയം ഒരിക്കലും കഴിഞ്ഞിട്ടില്ല. എന്താ പറയുക, കുറേ ആളുകൾ ഒരുപാട് വർഷങ്ങൾ കൊണ്ട് പഠിക്കുന്നതാണ്, നമ്മൾ എത്തിപ്പെടുമെന്നുള്ള ഒരു സംശയമൊന്നും വേണ്ട. തീർച്ചയായിട്ടും നിങ്ങളെ മനസ്സിൽ പഠിക്കണം, ജോലി നേടണം എന്നുള്ളൊരു ആഗ്രഹം തീവ്രമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു ഇടത്തിലേക്ക് എത്തിയിരിക്കും. അതൊരു സംശയമില്ല. ആ ഒരു കോൺഫിഡൻസോട് കൂടി തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മൾ പുതിയ ക്ലാസ്സുകളുമായിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.